ആദരണീയ മേയർ ടീച്ചർ, ഇന്ദു, മറ്റ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരായിട്ടുള്ള എൻ്റെ മക്കളെ, രക്ഷിതാക്കളെ, ആസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രസമുണ്ടായി. 1966 ഞാൻ SLC പാസ്സായതിനു ശേഷം എന്തോ ഒരു ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ITക്ക് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ബസ് കാത്തു നിന്നിട്ട് ബസ് വരുന്ന സമയത്തിന് ആ സമയത്ത് ഹോട്ടലിലൊരു പാട്ടിങ്ങനെ കേട്ടു. തും മകൾ സാത്ത് ദേനെ കാ വാദാ കരോ मैं यूं ही ഒരു പാട്ട്. ആ പാട്ടിങ്ങനെ കേട്ടിട്ട് അന്തം വിട്ട് നിന്നിട്ട് ഇല്ലത്തിന് ശകാരം കേട്ട് വീട്ടിലേക്ക് അങ്ങോട്ടേ തിരിച്ചു പോയി. പക്ഷേ നിങ്ങൾ അത്ഭുതം കാണണം, ഞാൻ ആ പാട്ട് അവിടെ ഉപേക്ഷിച്ചൊന്നുമില്ല. ഞാൻ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു, പക്ഷേ പാട്ട് ഉപേക്ഷിച്ചില്ല. ഞാൻ പാട്ടിൻ്റെ പിന്നാലെ നടന്നു, എഴുത്തിൻ്റെ പിന്നാലെ നടന്നു. 1986, അതായത് 76-86, 20 കൊല്ലത്തിന് ശേഷം മദ്രാസിലെ ചോള ഹോട്ടലിൽ ആ മ്യൂസിക് ഡയറക്ടർ ഞാനും കൂടി ഇരുന്ന് പാട്ട് ചെയ്തു. ബോംബെ രവി ഹംറാസിലെ പാട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഞാൻ ആരാധ്യ പുരുഷനായിട്ടുള്ള അദ്ദേഹം പതുക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു, അങ്ങാണ് എൻ്റെ ജീവിതം തിരിച്ചുവിട്ടത്. ചിലപ്പോൾ ഞാനന്ന് സുഗമമായിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ചിലപ്പം ITക്ക് പോയിട്ട് എൻ്റെ വഴി മാറിപ്പോയേനെ. പക്ഷേ അങ്ങാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. സത്യം നടന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് നമസ്കരിച്ചു. രവി ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ രവി എന്നാണ് വിളിക്കാറ് സാറിനെ. ഞാൻ തുടങ്ങിയ ഒരു സംഭവത്തിൽ ഉള്ള കഥയാണ് ഞാൻ പറയുന്നത്. ദാസേട്ടനോട് അതുപോലെ തന്നെ അതിനുമുമ്പുള്ള എത്രയോ ബന്ധമാണ്. ഞാൻ ശാന്തി വയ്ക്കുന്ന അമ്പലത്തിൽ നിന്ന് എപ്പോഴും തരങ്ങണി പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് അങ്ങനെയാണ് ദാസേട്ടൻ ഞാൻ ആദ്യം കാണുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കഥകൾ ഒരുപാട്. അതിൽ മിക്കതും പരാജയങ്ങളുടെ കഥയായിരുന്നു. പക്ഷേ നേതി എന്നൊരു ഈ നമ്മളെ ഈ വേദത്തിലൊരു സൂക്തമുണ്ട്, ന ഇതി, ഇതല്ല. ഞാൻ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ കാലത്ത് 10 രൂപ ശമ്പളമാണ്, മാസം 10 രൂപ ശമ്പളമാണ് തലശ്ശേരി. ആ മാസം 10 രൂപ ശമ്പളം കൊണ്ട് 17 വയസ്സായ ഒരു പയ്യന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ ഊണരിക്കുള്ള അരി പോലും ഞാൻ വിറ്റിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നത്. അത് 67-ലാണ്. പക്ഷേ ഞാൻ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പിന്നെ എന്നെ തോൽപ്പിച്ചെങ്കിലും ഞാൻ തോറ്റില്ല. ഇപ്പോൾ 10-12 കൊല്ലമായിട്ട് എൻ്റെ ഈ സൈഡ് മുഴുവൻ തളർന്നിരിക്കുക. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ജനലിൻ്റെ അടുത്തേക്ക് പോവുകയും ലോകം എനിക്കൊന്ന് കാണുകയും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് നടക്കാൻ വയ്യ, അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല. ഭക്ഷണവും പിന്നെ ഭക്ഷണത്തിന് വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും. പിന്നെ ഗുളിക കഴിക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയാൽ അത് പുറത്തേക്ക് പോകും. അത്രയും കഷ്ടത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇത്രയും എത്തിയില്ല. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. എൻ്റെ മക്കളെ പാടാനും കേൾക്കാമല്ലോ. എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല, ഓർമ്മശക്തി കുറവില്ല. ഞാൻ ഇനിയും പ്രവർത്തിക്കും. ഈ ഭാഗം കൊണ്ട് ഞാൻ ഇനിയും പ്രവർത്തിക്കും. എനിക്ക് പ്രവർത്തിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇനി സിനിമ ചെയ്തതിൽ പോലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ ദുർവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, ദുർവൃത്തനായിട്ട് ഞാൻ നടന്നിട്ടില്ല, പിന്നെ മദ്യപിച്ചിട്ടില്ല ജീവിതത്തിൽ. എൻ്റെ മക്കളൊന്നും കേൾക്കേണ്ടതാണ്. എല്ലാവരും വിചാരിക്കുന്ന ഇപ്പോഴത്തെ എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോഴേ കുടിച്ച് മരിക്കുകയാണ് പലരും. ഗുരുക്കന്മാർ പോലെയുള്ള ആൾക്കാർ പോലും അങ്ങനെയാണ്, കുടിച്ച് മരിക്കുകയാണ്. അത് സഹിക്കാൻ പറ്റില്ല, നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. മക്കൾ ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ലഹരി ഉപയോഗിക്കരുത്. ലഹരി നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പാടുന്ന ആൾക്കാരാണെങ്കിൽ പാട്ടിൻ്റെ ലഹരി ഉള്ളിലുണ്ട്. പിന്നെ എന്തിനാണ് വേറെ ലഹരി? ഒരു പ്രശ്നമില്ല. ഒന്നും ചെയ്യരുത്. നിങ്ങൾ സ്നേഹത്തിൻ്റെ ലഹരി മാത്രം മതി.
പ്രണയത്തിൻ്റെ ലഹരി പോലും അത് മാറിപ്പോരുത് ഒരിക്കലും. പ്രണയം എന്ന് പോലും അത് ഹൃദയത്തിൽ ഊറി വരുന്ന പരമസ്നേഹമാണ്. അതിനെ ഒരിക്കലും വഴിമാറ്റരുത്. എൻ്റെ മക്കൾ, നമ്മളെ സഹോദരിമാരും പെൺമക്കളൊക്കെ നല്ലവരാണ്, നമ്മളെ കാത്തിരിക്കുന്നവരാണ്, നമ്മളെ സ്നേഹം കാത്തിരിക്കുന്നവരാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരൊരിക്കലും വിഷമത്തിൻ്റെ വഴിയിലേക്ക് തിരിക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് മകളോട് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയേ വേണ്ടൂ. പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഹൃദയം നിറഞ്ഞ് ചിരിക്കാൻ പഠിക്കുക. നിങ്ങൾ പല ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മുഖം കുനിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടാണ്. ഞാൻ അങ്ങനെയാണ്. അതിനെ ഞാൻ തയ്യാറുള്ളൂ. സ്നേഹിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്ലസൻ്റായിട്ട് ജീവിക്കുക, നന്മ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് പരാജയം സംഭവിച്ചേക്കാം, പക്ഷേ അവിടെ നിന്ന് നമ്മൾ തോൽക്കരുത് എന്ന് മാത്രം എൻ്റെ മക്കളോട് പറയാനുള്ളത്. ഈ കോഴിക്കോട്ടെ ആർട്ടിസ്റ്റുകളുടെ നമ്മളെ ചുറ്റുമുള്ള പലരും ആദ്യമായിട്ട് സിനിമയിൽ വായിക്കുന്നത് എൻ്റെ സിനിമയ്ക്കാണ്. ദേശാടന മുതൽക്കാണ് ഞാൻ കോഴിക്കോട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള പടങ്ങൾ കോഴിക്കോട് തുടങ്ങുന്നത്. കോഴിക്കോട് ആദ്യമായിട്ട് ഒരു റെക്കോർഡിങ് തുടങ്ങുന്നത് ഞാനാണ്. ഇതിന് സിനിമയ്ക്ക് ദേശാടനം എന്ന് പറഞ്ഞ സിനിമ എവിടുന്നാണ് ചെയ്തത്. അന്ന് ചെയ്ത പലരും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൂടുതൽ പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇനിയും ഇപ്പോൾ ദീപുവും എൻ്റെ മോനും വർക്ക് ചെയ്യുന്നുണ്ട്. അവനും ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട്. ഞാൻ പറയുന്നത് കുറേ വിപുലീകരിച്ച് പറയേണ്ട കാര്യമില്ല. സ്നേഹിക്കുക എന്നുള്ള നിഷ്കാമമായ സ്നേഹം, നിർമ്മമമായ ഹൃദയവിശുദ്ധി നമ്മൾ സൂക്ഷിക്കുക. ലഹരി, സംഗീത ലഹരി, കവിതയുടെ ലഹരി മതി എന്ന് മാത്രം വെക്കുക. എഴുതാനും പറ്റും, പാടാൻ പറ്റും, നാടകത്തിൽ അഭിനയിക്കാൻ. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നോട് കാവാലം പറഞ്ഞ അതാണ്. പാടാൻ പറ്റുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും, എഴുതുന്നവർക്ക് അഭിനയിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് പണിക്കർ സാർ എന്നെ പഠിപ്പിച്ചത്. അത് നിങ്ങളോടൊക്കെ ഞാനങ്ങനെയാണ്. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഞാൻ ഹിസൈൻ അബ്ദുള്ള തുടങ്ങിയ പടങ്ങൾ ഞാൻ അഭിനയിക്കുമ്പോൾ ലാല് പോലും എൻ്റെ ചുണ്ട് നോക്കിയിട്ട് ഓ അത് ശരി, അപ്പം ഞാൻ പഠിച്ചേ പറ്റുമെന്ന് സ്വരങ്ങൾ വൈകാട്ട് പഠിക്കുകയും എന്നോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് അഭിമാനമുണ്ട്.